എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ശ്രദ്ധയോടെ നിങ്ങളൊന്ന് കേൾക്കണേ. അള്ളാന്റെ ഖുർആൻ പറയുകയാണ്, എല്ലാ മനുഷ്യരെയും അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ആരും വിശ്വസിക്കണ്ട. ഇന്ന് സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന പുസ്തകം എഴുതുന്ന ആളുകളുണ്ട്. മദർ തെരേസ സ്വർഗത്തിലാണെന്ന് പറയുന്നവരുണ്ട്. രാഷ്ട്രപിതാവായ ഗാന്ധിജി സ്വർഗത്തിലാണെന്ന് പറയുന്നവരുണ്ട്. ആര് സ്വർഗത്തിൽ പോകുമെന്ന് നമ്മളോടല്ല പറഞ്ഞിട്ടുണ്ടോ? നമ്മളെ സ്വർഗത്തിൽ പോകുന്നതുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ? അഷ്റഫുൽ ഖൽഖിന്റെ മുന്നിലേക്ക് കടന്നു വന്ന് ഞാൻ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് ചോദിക്കുന്ന സഹാബികളോട് ഏഴാകാശങ്ങളുടെ മുകളിൽ നിന്ന് അള്ളാഹുവിന്റെ സന്ദേശം വരാറ് ഒരക്ഷരം പോലും ഉരിയാടാത്ത മഹാനായ ശാരിയെ നബി മുഹമ്മദ് മുസ്തഫ അവിടുന്ന് പോലും പറഞ്ഞിട്ടില്ല ആര് സ്വർഗത്തിലാണ്. അല്ല പറയാത്ത ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് സ്വർഗം കൊടുക്കാൻ നബിതങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലേക്ക് സർവ്വ ആളുകളെയും കൊണ്ടുപോകുമെന്നുള്ള ധാരണ മാറ്റി വെക്കണം. അല്ല പറയുന്നു ചില ആളുകളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. ലാക്കിന് പക്ഷേ അല്ലദീന തഖവ റബ്ബഹും ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഭക്തന്മാരുണ്ടല്ലോ, ആ ഭക്തിയുള്ള ഖുശൂഉള്ള ഖുളൂഉള്ള പടച്ചവനെ പേടിയുള്ള ആളുകൾ, അവരെ അല്ലാഹു തആല നാളെ കൊണ്ടുപോകുന്ന സ്വർഗത്തിന്റെ മനോഹരമായ വിശദീകരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ അല്ല പറയുന്നു ഖാലിദീന ഫീഹാ, അവരെ ഒരിക്കൽ പോലും അവിടെ നിന്ന് പുറത്തേക്ക് വരേണ്ടി വരില്ല. എന്താണോ കൊതിക്കുന്നത് അതെല്ലാം പടച്ചവനെ മുന്നിലെത്തിച്ചു കൊടുക്കുകയാണ്. എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം പടച്ചവനെ മുന്നിലെത്തിച്ചു കൊടുക്കുകയാ. എല്ലാ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും അല്ല കൊടുക്കുമ്പോ ഒരു ദിവസം അല്ലാഹു ഹാജരാവുകയാ. എന്നിട്ട് അവരോട് ചോദിക്കുന്നു, ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടത്? ആ സമയത്താണ് സ്വർഗവാസികൾ പടച്ചവനോട് പറയുന്നത്, സ്വർഗത്തിൽ പോകുമ്പോൾ നമ്മുടെ ചിന്ത മുഴുവനും തസ്നീമാണ്, സൽസബീലാണ്. നമ്മുടെ ചിന്തകൾ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഇമ്പമുള്ള ഭക്ഷണമാണ്, മനോഹരമായ രുചിക്കൂട്ടുകളുള്ള വർണ്ണനിറങ്ങളുള്ള ഭക്ഷണമാണ്, കേൾക്കാൻ ഇമ്പമുള്ള കാര്യങ്ങളാ നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ അല്ലാഹു ഇതെല്ലാം നമുക്കങ്ങ് തന്നതിന് ശേഷം അല്ല ചോദിക്കുന്നു, നിങ്ങൾക്ക് ഇനി എന്താ വേണ്ടത്? നമ്മൾ അല്ലാഹുവിനോട് പറയുന്ന വാക്കെന്തെന്നറിയോ? ഇനി എന്താ പടച്ചവനെ നമുക്ക് വേണ്ടത്? എല്ലാം കിട്ടിയല്ലോ, സർവ്വതും ഞങ്ങൾക്ക് കിട്ടിയല്ലോ. അല്ല വീണ്ടും ചോദിക്കുന്നു, ഇനി നിങ്ങൾക്കൊന്നും വേണ്ടേ? വേണ്ട പടച്ചവനെ, എന്താ ഇനി തരാനുള്ളത് അത് പറ. ആ സമയത്താണ് ഫയുക്ഷഫുൽ ഹിജാബ്, അതാ മറയങ്ങ് മാറ്റുകയാ. ആ മറ അല്ലാഹു നമ്മുടെയും പടച്ചവന്റെയും ഇടയിലുള്ള മറയങ്ങ് മാറ്റുമ്പോ, ആ കർട്ടനങ്ങ് ഉയർത്തുമ്പോ, ആ തിരശീലയങ്ങ് മാറ്റുമ്പോ ഫഇദർ റബ്ബു, പടച്ചവനെ നമുക്ക് കാണാം. 14 രാവിന്റെ പൗർണമിയെ പോലെ പടച്ചവനെ നമുക്ക് നാളെ കാണാൻ കഴിയും. ഏതൊരു റബ്ബിന് വേണ്ടിയാണ് പെങ്ങളെ സാഷ്ടാംഗം പ്രണമിച്ചത്? ഏതൊരു പടച്ചവന്റെ മുന്നിലാ നീ ഓച്ചാനിച്ചു നിന്നത്? ഏതൊരു തമ്പുരാന് വേണ്ടിയിട്ടാണ് നീ പട്ടിണി കിടന്നത്? ഏതൊരു തമ്പുരാന് വേണ്ടിയാണ് നീ സദക്കകൾ കൊടുത്തത്, സൽക്കർമ്മങ്ങൾ ചെയ്തത്? ഏതൊരു പടച്ചവന്റെ പേരിലാണ് നീ തീവ്രവാദി എന്ന പേര് കേട്ടത്? ആ സന്ദർഭത്തിൽ പടച്ചവനെ അങ്ങ് കാണാനുള്ള ഭാഗ്യമല്ല തരുമ്പോ ആ പടച്ചവനെ നേരിട്ട് നമ്മൾ കാണുകയാണ്. 14 രാവിന്റെ പൗർണമി നിലാവുള്ള രാത്രിയില് ഹിലാല് വലുതായി ബദറായി, ബദർ വലുതായ ഖമറാകുമ്പോ ആ ഖമറെന്ന ഉറട്ടിയുടെ വലിപ്പമുള്ള പൂർണ്ണ ചന്ദ്രൻ നമ്മൾ അങ്ങ് കാണുന്നത് എങ്ങനെയാണ്? ചാപ്പിനാങ്കുളത്ത് നിന്നാലും കാണാ, ചമ്മനത്തോപ്പിൽ നിന്നാലും കാണാ, ചാത്തന്നൂര് നിന്നാലും കാണാ, എവിടെ നിന്നാലും നമുക്ക് 14 രാവിന്റെ പൗർണമിയെ കാണാ. ആ പൗർണമിയെ നമ്മൾ എങ്ങനാണോ തിക്കും തിരക്കുമില്ലാതെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്നത്, അതേപോലെ നാളെ പടച്ചവനെ കാണാൻ പറ്റുമെന്ന് ആരംഭപ്പൂവേ ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ സഹോദരങ്ങളെ, അതുവരെ അല്ലാഹു തആല കൊടുത്തതിന്റെ പേരെന്താണ്? അത് അല്ല തന്നെ പറയട്ടെ, ഖാലിദീന ഫീഹാ. അതുവരെ കൊടുത്ത സകല സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളുടെ പരദീസയും നുസുലം മിൻ ഇൻദില്ലാഹ്, പടച്ചവന്റെ ഒരു സൽക്കാരം മാത്രമാണ്, അല്ലാഹുവിന്റെ ഒരു സൽക്കാരം മാത്രമാണ്. കല്യാണം വിളിച്ചു, വീട്ടിൽ വന്നിട്ട് ഭാര്യയും കുടുംബവും കുടുംബസമേതം കല്യാണത്തിന് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഭാര്യയും മക്കളും നമ്മളുമായി നേരെ കല്യാണത്തിന് പോയി.
കല്യാണത്തിന്റെ തൊട്ട് അങ്ങോട്ട് കയറുമ്പോ തന്നെ ഇടതുഭാഗത്ത് കോഫി, ഇഷ്ടംപോലെ ചായ, അതിന് ഐറ്റംസ്, സ്നാക്സ്, എന്തെല്ലാം ഏതൊക്കെ ആഗ്രഹിക്കോ അതെല്ലാം ഉണ്ട്. ഓരോ പണക്കാരന്റെയും പണക്കൊഴുപ്പ് കാണിക്കാൻ പറ്റുന്ന എല്ലാ കോലത്തിലും അവിടെ സംവിധാനിച്ചിട്ടുണ്ട്. എത്രയോ ഐറ്റം ചായ. അത് കഴിഞ്ഞ് വലതുഭാഗത്തേക്ക് പോകുമ്പോൾ ജ്യൂസിന്റെ ഒരു ഐറ്റമാണ്. ഏതൊക്കെ ദുനിയാവിൽ കിട്ടാൻ പറ്റുന്ന എല്ലാ ഫ്രൂട്ട്സിന്റെയും ജ്യൂസ്, അതും കുടിച്ച് അകത്തേക്ക് കയറുമ്പോഴാണ് പിന്നെ പറയണ്ട, കാളകൾ തിന്നുന്നത് പോലെ. അങ്ങനെയാണ് മുസ്ലിമീങ്ങളുടെ കല്യാണത്തിൽ അധികവും കാളകൾ തിന്നും പോലെ. ബൊഫെ അല്ല, എന്തു വേണോ നമുക്ക് കൊടുക്കാം. പണത്തിന്റെ കൊഴുപ്പനുസരിച്ച് ആരെ വേണോ സൽക്കരിക്കാം. ഒട്ടകത്തിനെ അറുക്കാം. അള്ളാഹ് ഹലാലാക്കിയിരുന്നെങ്കിൽ ആനയെ അറുക്കാൻ കുഴപ്പമൊന്നുമില്ല, ഹലാലാക്കിയിരുന്നെങ്കിൽ. പക്ഷെ എല്ലാ നിലയിലുമുള്ള മട്ടനും ചിക്കനും ബീഫും ഒട്ടകവും കാടക്കോഴിയും ഒക്കെ സംവിധാനിച്ചു. ഇരുന്ന് കഴിക്കാനുള്ള 2 കസേരയും കൂടി ഇട്ട് കൊടുക്കാൻ നമുക്ക് അതിനോടൊരു മനസ്സ് വേണ്ടേ? കോടീശ്വരിയായ സിനിമാ നടി വരും, പക്ഷേ 250 രൂപ കൊടുത്തൊരു ബ്ലൗസ് അടിക്കാനുള്ള തുണി വാങ്ങാൻ അവളെ കയ്യിൽ കാശുണ്ടാവൂല. അതാണ് ഇന്നത്തെ അവസ്ഥ. അപ്പൊ വന്ന് സൽക്കാരത്തിന് വേറി ഭക്ഷണം കഴിച്ചു, ബിരിയാണി കഴിച്ചു, അത് കഴിച്ചു, ഇത് കഴിച്ചു, മന്തി കഴിച്ചു, ഒക്കെ കഴിച്ചു. എല്ലാം കഴിച്ച് പുറകുവശത്ത് കൈ കഴുകിയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോ വീണ്ടും ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ അവിടെ വ്യത്യസ്തമായ രീതിയിലുള്ള ഐസ്ക്രീം, ഇതെല്ലാം അവിടെ സംവിധാനിച്ച് നമ്മൾ പോകാൻ വേണ്ടി വെളിയിലോട്ട് ഇറങ്ങി. ഞാനൊന്ന് ചോദിച്ചോട്ടെ, കല്യാണം എന്ന് പറയുന്നതിന്റെ ലക്ഷ്യം നമ്മൾ ഇതുവരെ കണ്ടോ? എന്തായിരുന്നു ലക്ഷ്യം? കല്യാണത്തിന് വന്ന് തിന്നാനല്ലല്ലോ. കല്യാണം എന്ന് പറഞ്ഞാൽ എന്താ യഥാർത്ഥത്തിൽ? എന്താ? നിക്കാഹിന് കൂടിയില്ല. ഇനി പോട്ടെ, നിക്കാഹ് എന്നോ കഴിഞ്ഞതാണ്. പുതിയ പെണ്ണിന്റെയോ പുതിയ ആപ്പളയുടെയോ നവവരന്റെയോ നവവധുവിന്റെയോ ആ ഒരു സ്ത്രീകള് പെൺകുട്ടിയോട് അല്ലെങ്കിൽ പുരുഷന്മാര് പുതിയ ആപ്പളയുടെ കൈ പിടിച്ചിട്ട് ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅല്ലാഹു ബൈനക്കുമാ ഫീ ഖൈർ, കല്യാണത്തിന് പോകുന്നു, എന്നിട്ട് കഴിക്കുന്നു, വാരി തിന്നുന്നു, തിരിച്ചു വരുന്നു. മര്യാദ ഉണ്ടാകണം നമുക്ക്. പുതിയാപ്പളുടെ കൈ പിടിച്ചിട്ട് പുരുഷന്മാര് ബാറക്കല്ലാ, അള്ളാഹ് ബറക്കത്ത് ചെയ്യട്ടെ. അപ്പോഴാണ് കല്യാണത്തിന്റെ ലക്ഷ്യം പൂർത്തിയാവുക. പുതിയ പെണ്ണിന്റെ കൈ പിടിച്ചിട്ട് പുതിയ പെണ്ണിനെ കാണാൻ വേണ്ടി വന്ന പെൺകുട്ടികൾ, സ്ത്രീകൾ ബാറക്കില്ല, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ആര് പറയുന്നു? മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാ മരിച്ചത്, ജീവിച്ചിരിക്കുന്ന എങ്ങനെയാന്ന് ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. ആഹാരം ഉണ്ടായിരുന്നോ, വെള്ളം ഉണ്ടായിരുന്നോ, എങ്ങനെയാണ് മരുന്നൊക്കെ കറക്റ്റ് കിട്ടിയിരുന്നോ, ഇതൊന്നും ആർക്കും അറിയണ്ട. ചോദിക്കേണ്ടത് എങ്ങനെ മരിച്ചു. പോട്ടെ, മരണത്തിന്റെ കാരണമൊക്കെ പറഞ്ഞു. ഇന്നലെ രാത്രി കിടന്നതാണ്, നേരം വെളുത്ത് എഴുന്നേറ്റില്ല, അല്ലെങ്കിൽ അങ്ങോട്ട് ഇറങ്ങി വണ്ടി ഇടിച്ചു മരിച്ചു, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്താണ് മരണ വീട്ടിൽ പോയാൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം? ആ മയ്യത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളോട് അഅലമല്ലാഹു അജ്റക വഹസന അസാഅക വഗഫറ ലിമയ്യിതിക എത്ര പേര് പറഞ്ഞിട്ടുണ്ട്? ഇരിക്കുന്നവരിൽ എത്ര പേര് പറഞ്ഞിട്ടുണ്ട്? മരണത്തിന് പോയോ? പോയി. അതിന്റെ ലക്ഷ്യം ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ല. പോട്ടെ, മരണം നമ്മുടെ വിഷയമല്ല. കല്യാണത്തിന്റെ ഭക്ഷണം കഴിച്ച്, കല്യാണത്തിന്റെ ജ്യൂസ് കുടിച്ച്, ഐസ്ക്രീം കുടിച്ച്, ചായ കുടിച്ച്, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഇതിന്റെ പേര് സൽക്കാരം. നിക്കാഹിൽ പങ്കെടുക്കൽ ലക്ഷ്യം അല്ലേ? എന്നാ നിങ്ങൾ കേട്ടോ, സ്വർഗത്തിൽ കള്ളാറ്, പാലാറ്, തേനാറ്. വിവരം കെട്ടവര് പലതും പറയും, അതൊന്നും നമ്മൾ വിഷയാക്കണ്ട. വിവരം കെട്ടവർ എന്തോ പറഞ്ഞോട്ടെ. ഇപ്പൊ മദ്രസയുടെ വിഷയം പറഞ്ഞല്ലോ. മദ്രസ ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നു, മദ്രസകൾ അപകടകരമായ അവസ്ഥയിലേക്ക് പോകുന്നു എന്ന്. എന്ത് അപകടകരമായ അവസ്ഥയാണ്? രാജ്യത്ത് ഏറ്റവും വലിയ സംഭാവന നൽകിയത് തമിഴ്നാട്ടുകാരനായ രാമേശ്വരത്തുകാരനായ അബുൽ ബക്കീർ ജൈനുൽ ആബിദീൻ അബ്ദുൽ കലാം എന്ന APJ അബ്ദുൽ കലാമിനെ രാജ്യത്തിന്റെ പ്രഥമ പൗരനായി, രാഷ്ട്രപതിയായി, ഏറ്റവും വലിയ ഉന്നതമായ ഈ രാജ്യത്തിന്റെ വ്യക്തിത്വമായി, ഈ രാജ്യത്ത് ഒരുപാട് സംഭാവനകൾ അർപ്പിക്കാൻ വേണ്ടി അബ്ദുൽ കലാമിനെ ഈ രാജ്യത്ത് സമ്മാനിച്ചത് മദ്രസയാണ്. ഏറ്റവും ഇങ്ങേ അറ്റത്തൊരു ഉദാഹരണം പറയാം. അർജുൻ എന്ന് പറയുന്ന പാവപ്പെട്ട സഹോദരന്റെ ഡെഡ് ബോഡിക്ക് വേണ്ടി ഗംഗാവരി പുഴയുടെ താഴ്ഭാഗത്ത് വറങ്ങലിച്ച് കിടക്കുന്ന ആ അർജുനന്റെ അവസാനത്തെ അസ്ഥി കഷണത്തിന് വേണ്ടിയിട്ട് നീണ്ട 72 ദിവസത്തോളം ഒരു കാവൽ നായയെ പോലെ വെള്ളത്തിന്റെ മുകളിൽ കാത്തുനിന്ന മനാഫിനെ ആ പ്രവർത്തനത്തിന് പ്രേരിപ്പിച്ചത് മദ്രസയായിരുന്നു എന്ന് മനാഫ് പറഞ്ഞതാണ്. എന്റെ വാക്കല്ല, മനാഫ് പറഞ്ഞതാണ്.
മദ്രസയിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ, മദ്രസയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം എന്തെന്നറിയോ? ADM ആത്മഹത്യ ചെയ്തു. അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. മദ്രസയിൽ പഠിക്കുന്ന, കൃത്യമായി പഠിക്കേണ്ട വിധം പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളർന്നു വന്നാൽ ആത്മഹത്യ ചെയ്യില്ല. അതിന്റെ അവസ്ഥ എന്താണ് എന്ന് കൃത്യമായി മദ്രസയിൽ പഠിക്കുന്ന ഒരാൾക്ക് അറിയാൻ കഴിയും. ആ ADMന്റെ മരണത്തിന് കാരണക്കാരിയായ ആ സ്ത്രീ മദ്രസയിൽ പഠിച്ചവളായിരുന്നുവെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു മരണത്തിന്റെ ഉത്തരവാദിയാകില്ലായിരുന്നു. കാരണം പരസ്യമായിട്ട് ഒരാൾ അവഹേളിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. ഒരിക്കലും അത് ഇസ്ലാം അനുവാദം കൊടുക്കുന്നില്ല. ശക്തമായി താക്കീത് കൊടുക്കുകയാണ്. ഈ രാജ്യത്ത് മദ്രസ കൊണ്ട് നേട്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സമുദായത്തിലുള്ള പ്രിയങ്കരായ എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, ഞങ്ങളുടെ മദ്രസയിലെ കുട്ടികൾ രാവിലെ ആയുധമേന്തിയിട്ടാണ് പോകുന്നത്. മദ്രസയിൽ ആയുധമേന്തിയിട്ടാ പോകുന്നത്. ആ ആയുധം ഖുർആൻ ആദ്യം പറഞ്ഞ ആയുധമാണ്. ആ ആയുധത്തിന്റെ പേര് അല്ലമ ബിൽ ഖലം, പേന എന്ന ആയുധമാണ്. ആ പേന എന്ന ആയുധമേന്തിയിട്ടാണ് മദ്രസയിലെ കുട്ടികൾ പോകുന്നത്. പേനയാണ് ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ചിട്ടുള്ളത്. കരവാള വിറ്റൊരു പൊൻവീണയെ വാങ്ങി ഞാനെന്ന് കവി പറയുന്നുണ്ട്. കരവാള ഏതാണെന്ന് നമുക്കറിയാം. പൊൻവീണ അത് തൂലികയാണ്. ലോകത്തെ ചരിത്രങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നത് തൂലികയ്ക്കാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പേന എന്ന ആയുധത്തെ അള്ളാഹു ആദ്യം പരിചയപ്പെടുത്തി. ആയുധമേന്തി ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ, കുരുന്നു മക്കൾ, പ്രഭാത സൂര്യൻ പൊട്ടിവിടരുമ്പോൾ കിഴക്കൻ ചക്രവാളത്തിൽ അരുണ കിരണങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് ഒരു ചെറിയ പ്ലാസ്റ്റിക് കവറിൽ വിശുദ്ധ ഖുർആനും ഫിഖ്ഹും ദീനിയാത്തും, അതിന്റെ കൂട്ടത്തിൽ ഒരു ഗ്രന്ഥമുണ്ട്, പേര് അഖ്ലാഖ് എന്നാണ്, സ്വഭാവ സംസ്കരണമാണ്. അത് വാങ്ങി എപ്പോഴെങ്കിലും മാതാപിതാക്കൾ, ഞങ്ങളുടെ മക്കൾ പഠിക്കുന്നത് ഇതാണ് എന്നൊരു ബോധം ആദ്യം മാതാപിതാക്കൾക്ക് ഉണ്ടാകണം. ആ അഖ്ലാഖ് വാങ്ങിയിട്ട് നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ടവരോട് പറഞ്ഞു കൊടുക്കണം, ഞങ്ങളുടെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഈ അധ്യായം അയൽവാസികൾ, അതില് മുസ്ലിമാകണമെന്ന കാര്യം പറയുന്നില്ല. അയൽവാസി എന്ന് പറയുന്ന ആള് 40 വീടിന്റെ ചുറ്റളവിലുള്ള ഒരു വീട്ടുകാരൻ ആ പട്ടിണി കിടക്കുന്നത് അറിഞ്ഞുകൊണ്ട് വയറ് നിറച്ചിട്ട് ഈ മദ്രസയിൽ പഠിക്കുന്ന കുട്ടിയുടെ പിതാവ് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാൽ യഥാർത്ഥ മുസ്ലിമല്ല എന്ന് പഠിപ്പിച്ചത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. 10 ഹജ്ജ് ചെയ്തു. 7 ലക്ഷം രൂപ വെച്ചിട്ട് 10 ഹജ്ജിനൊന്ന് കൂട്ടി നോക്ക്. 70 ലക്ഷം രൂപ മുടക്കിയിട്ട്, 1 കോടിയോളം രൂപ മുടക്കിയിട്ട് 10 കൊല്ലം ഹജ്ജ് ചെയ്തു. ഒരു ഉംറയ്ക്ക് പോകുന്നതിന് 85-90 രൂപയാണ്. അങ്ങനെ അയാൾ 19 ഉംറ ചെയ്തു. ആ ഹാജി, നാട്ടിൽ അറിയപ്പെട്ട ഹാജി അല്ലെങ്കിൽ നാട്ടിൽ അറിയപ്പെട്ട ഒരു പ്രമാണി, അദ്ദേഹം പള്ളിയുടെ പ്രസിഡന്റ് ആകാം, സെക്രട്ടറി ആകാം, കാളിയാകാം, ഉസ്താദാകാം, മുദരിസാകാം, ആരോ ആകട്ടെ, അയാള് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ അയാളും അയാളുടെ മക്കളും, തൊട്ടപ്പുറത്തൊരു ഹിന്ദുവിന്റെ വീട് പട്ടിണിയാണ്, തൊട്ടപ്പുറത്തൊരു ക്രിസ്ത്യാനിയുടെ വീട് പട്ടിണിയാണ്, അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തെ വീട് നിരീശ്വരവാദിയായ യുക്തിവാദിയായ ഒരു മനുഷ്യന്റെ വീട് പട്ടിണിയാണ്. അള്ളാനെ തെറിവിളിക്കുന്ന, അഷ്റഫുൽ ഖൽക്കിനെ ആക്ഷേപിക്കുന്ന ഒരു മനുഷ്യന്റെ വീട് പട്ടിണിയാണെന്നറിഞ്ഞിട്ട് ഈ 10 ഹജ്ജും 50 ഉംറയും ചെയ്ത ഒരു സഹോദരൻ, പള്ളി പ്രസിഡന്റോ പള്ളി ഇമാമോ പള്ളി മുദരിസോ പള്ളി കാളിയോ പള്ളി സെക്രട്ടറിയോ പള്ളിയുടെ മുത്തവല്ലിയോ ആരോ ആകട്ടെ, അയാൾ വയറ് നിറച്ച് വൃഷ്ടാന ഭോജനം നടത്തിയാൽ വലൈസ മിന്ന, എന്നിൽപ്പെട്ടവനല്ല, അവന്റെ 10 ഹജ്ജ് കൊണ്ട് കാര്യമില്ല എന്ന് പഠിപ്പിച്ചത്. അയൽവാസിയോടുള്ള കടമകൾ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുക മാത്രമല്ല, എന്റെ അടുക്കൽ അയൽവാസിയോടുള്ള കടമകൾ ജിബ്രീൽ പറഞ്ഞ് ഞാൻ അവസാനം ചിന്തിച്ചു പോയി, ഞാൻ മരിച്ചാൽ എന്റെ അനന്തരാവകാശം എന്റെ മക്കൾ വീതിച്ചെടുക്കുമ്പോൾ അതിൽ ഒരു ഓഹരി എന്റെ അയൽക്കാർക്ക് കൊടുക്കേണ്ടി വരുമോ എന്ന് ഞാൻ സംശയിക്കത്തക്കവണ്ണം ജിബ്രീൽ എന്നെ അയൽവാസികളോടുള്ള മര്യാദ പഠിപ്പിച്ചു എന്ന് പഠിപ്പിച്ച നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സ്വഭാവ സംസ്കരണം. ഒരാളെയും ആക്രമിക്കാൻ ഒന്നും പഠിപ്പിക്കുന്നില്ല മദ്രസകൾ. അള്ളാഹു ആ മദ്രസകൾ നല്ല നിലയിൽ എനിക്കിപ്പോ രസകരമായി തോന്നിയ ഒരു സംഭവം എന്താണെന്നറിയോ? UP-യിലെ മദ്രസകളിലെല്ലാം, ഉത്തർപ്രദേശിലെ മദ്രസകളൊക്കെ, ആ UP-യിലെ മദ്രസകളിലെല്ലാം ദേശീയ പതാക നാട്ടണം, ദേശീയ പതാക ഉയർത്തണം എന്ന് UP മുഖ്യമന്ത്രി പറഞ്ഞു.
UP മുഖ്യമന്ത്രിയുടെ ന്യായമായിട്ടും ഇതാരും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങളുടെ പൂർവികർ ഞങ്ങളെ പഠിപ്പിച്ചത് ദേശീയ പതാക ഉയർത്തണമെന്ന് തന്നെയാണ്. ഉയർത്തുന്നുണ്ട്. തങ്ങൾ എവിടെ ഉയർത്താറില്ലേ? ഉയർത്തുന്നുണ്ട്. എല്ലാ പള്ളികളിലും മദ്രസകളിലും ഉയർത്തുന്നുണ്ട് ദേശീയ പതാക. അപ്പൊ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് കുറിച്ചിട്ട് FB-യിൽ, എനിക്ക് പിന്നെ അങ്ങനെ ഒരു സ്വഭാവം കൂടി ഉണ്ടല്ലോ. കാരണം അത് പലരും പറഞ്ഞു അത് ശരിയല്ല, ഞാൻ പറഞ്ഞു അതാണ് ശരിയെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അപ്പോ ഞാൻ ഒരൊറ്റ വരി കുറിപ്പെഴുതിയിട്ടു, ബുൾഡോസറിന്റെ കയ്യിരിക്കുന്ന മദ്രസകൾ ആദ്യം നിലത്ത് വെക്ക്, അപ്പൊ അതിന്റെ മുന്നിൽ കൊടി ഉയർത്താം. കാരണം മദ്രസകളെല്ലാം ഉത്തർപ്രദേശിൽ JCB-യുടെ മണ്ടല ഇപ്പോഴും ഇരിക്കുന്നത്, ബുൾഡോസറിന്റെ മുകളില. എല്ലാം ഇങ്ങനെ ഉയർത്തി വെച്ചോണ്ടിരിക്കാൻ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയ മദ്രസകളോടുള്ള ഇവരുടെ സമീപനം. ഇവിടുത്തെ ഹിന്ദു സഹോദരങ്ങൾ, എത്രയോ മക്കള് ഹിന്ദു പെൺകുട്ടികൾ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടെന്നറിയോ? അവർ നന്നായിട്ട് അറബി പഠിക്കുന്നുണ്ട്, ഖുർആൻ പഠിക്കുന്നുണ്ട്, മറ്റുള്ള വിഷയങ്ങൾ പഠിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ നാടൊക്കെ മുഴുവനും ഓടി നടക്കുന്നത് കൊണ്ട് എല്ലാ നാടിന്റെ സ്പന്ദനങ്ങളും അറിയുന്നത് കൊണ്ട് പറയാൻ, ചിലപ്പോൾ പനൂരോ ചാത്തനാംകുളത്തോ ഒന്നും അങ്ങനെ ഉണ്ടാവണമെന്നില്ല. പക്ഷെ പല സ്ഥലങ്ങളിലും മദ്രസയിൽ പഠിക്കുന്ന അമുസ്ലിം സഹോദരിമാര്, കുട്ടികൾ, പെൺകുട്ടികൾ, അതുപോലെ തന്നെ മക്കളുണ്ട്. ഞാൻ പറഞ്ഞു വന്ന വിഷയം അവിടെയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറയുന്നവരെന്തോ പറഞ്ഞോട്ടെ, പക്ഷേ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഒരു മനുഷ്യൻ സകല സൗഭാഗ്യങ്ങളുടെയും പറുദീസ പടച്ച തമ്പുരാൻ തുറന്നു കൊടുക്കുമ്പോ, ആ തുറന്നു കൊടുക്കുന്ന സൗഭാഗ്യങ്ങൾ ഉണ്ടല്ലോ, ആ സൗഭാഗ്യങ്ങൾ മുഴുവനും അല്ലാഹു വിവരിക്കുന്നത് കല്യാണ വീട്ടിലേക്ക് പോയി ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങി നിക്കാഹിന് പങ്കെടുക്കാത്തവനെ പോലെ, അല്ലെങ്കിൽ നിക്കാഹ് പിന്നെയാണ്, ഭക്ഷണം കഴിച്ചു വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു, അവന്റെ ശരീരം തണുക്കുന്ന രീതിയിൽ ജ്യൂസ് കുടിച്ചു, അവൻ ഇഷ്ടപ്പെട്ടതായ പലഹാരങ്ങൾ കഴിച്ചു. ഇതെല്ലാം കഴിച്ചവനെ പറ്റി ആ കുടുംബനാഥൻ അല്ലെങ്കിൽ കല്യാണത്തിന്റെ ഉത്തരവാദിത്വപ്പെട്ട ആള് പറയുന്നത് എന്താണ്? നിക്കാഹിന് സമയമായിട്ടില്ല, ഇരിക്കണേ, ഇതുവരെ നിങ്ങൾക്ക് കിട്ടിയതെല്ലാം എന്റെ സൽക്കാരമാണ്. അതേ, കഴിച്ചത് സൽക്കാരമാണ്, കുടിച്ചത് സൽക്കാരമാണ്. സ്വർഗത്തിന്റെ സകല അനുഭൂതികളും പ്രിയപ്പെട്ടവരെ സൽക്കാരമാണ്. പിന്നെ സ്വർഗത്തിൽ അതല്ലാത്ത മറ്റൊന്നുണ്ട്, സൽക്കാരമല്ലാത്ത മറ്റൊന്നുണ്ട്. അതേതാണ്? അതാണ് അല്ലാഹ് പറഞ്ഞത്, നുസുലം മിൻ ഇൻദില്ലാഹ്. അവിടെ നൽകിയ എല്ലാ സംഭാവനകളും സമ്മാനങ്ങളും അനുഗ്രഹങ്ങളും അതെല്ലാം ഒരു അല്ലാഹു പറയുന്നു, ഇതെല്ലാം നിങ്ങൾക്ക് തരുന്ന ഒരു സമ്മാനമാണ്, സൽക്കാരമാണ്. എന്നിട്ടോ വമാ ഇൻദല്ലാഹ്, ഇനി പടച്ചോന്റെ അടുത്തും ഇരിപ്പുണ്ട്, അതാണ് ഖൈറുൽ ലിൽ അബ്റാർ. അബ്റാരിങ്ങൾക്ക് ഏറ്റവും ഖൈറായത് അതാണ്. ആരാണ് അബ്റാരിങ്ങള്? ഔസുൽ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന അള്ളാന്റെ ഔലിയാക്കളാ. ആ പടച്ചവന്റെ വിലായത്തിന്റെ പദവി കിട്ടിയ ആളുകൾ, അല്ലാഹുവിനെ അറിയേണ്ട വിധം അറിഞ്ഞ പ്രിയപ്പെട്ടവരുണ്ടല്ലോ. അങ്ങനെയുള്ള മഹത്വക്കള്, പുണ്യവാന്മാർ, അബ്റാരിങ്ങൾ, അവർക്ക് അല്ലാഹു കൊടുക്കുന്നത് വമാ ഇൻദല്ലാഹി ഖൈറുൽ ലിൽ അബ്റാർ. അബ്റാരിങ്ങൾക്ക് പടച്ചതമ്പുരാ കൊടുക്കുന്ന ഒന്നുണ്ട്, അതേതാണ്? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അള്ളാന്റെ സ്വർഗ്ഗപ്പല സകല സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും ആസ്വദിക്കുന്ന ഒരു മനുഷ്യ സമൂഹത്തെ അള്ളാഹു വന്ന് ഹാജരായിക്കൊണ്ട് നിങ്ങൾക്കിനി എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോ, ഇനി എന്താ തമ്പുരാനെ ഞങ്ങൾക്ക് കിട്ടേണ്ടതെന്ന് തിരിച്ചു ചോദിക്കുന്നവരുടെ മുമ്പിൽ അള്ളാഹു അവന്റെ ഹിജാബ് ഉയർത്തിക്കൊടുക്കുന്നത്, അവന്റെ മറയങ്ങ് ഉയർത്തിക്കൊടുക്കുന്നത്, ആ തിരശീല അങ്ങ് മാറ്റിക്കൊടുക്കുന്നത് അവനെ തന്നെ അങ്ങ് കൊടുക്കുന്നതിനാണ്, അള്ളാഹനെ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ അള്ളാഹു പറയുന്ന വമാ ഇൻദല്ലാഹി ഖൈറുൽ ലിൽ അബ്റാർ. അള്ളാഹുവിന്റെ അബ്റാർ എന്ന പുണ്യവാന്മാര്, അവരുടെ അടുക്കൽ അള്ളാഹു അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം അള്ളാഹനെ കൊടുക്കല. അങ്ങനെ പടച്ചവനെ കിട്ടിയവരാണ് ഔലിയാക്കൾ, അള്ളാഹുവിനെ കിട്ടിയവരാണ് ഔലിയാക്കൾ. നമുക്ക് വേണ്ടതും പടച്ചവനാണ്, സ്വർഗത്തിന്റെ സുഖ സൗകര്യങ്ങളല്ല, അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ. അതുകൊണ്ടാണ് പറഞ്ഞത്, തമ്പുരാനെ പടച്ചവനെ, ഞങ്ങൾ ഇബാദത്ത് എടുക്കുന്ന സ്വർഗത്തിനല്ല, ഞങ്ങൾ ഇബാദത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ, ഇബാദത്തിൽ നിന്ന് ഞങ്ങൾ ആവേശം കൊണ്ട് ഇബാദത്ത് ഏത് ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും ഞങ്ങൾ മുറുകെ പിടിക്കുന്നത് നിന്റെ അനുഗ്രഹീതമായ സ്വർഗം മുന്നിൽ കണ്ടുകൊണ്ടല്ല. പാപങ്ങളിൽ നിന്ന് ഓടുന്നത്, പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത്, നരകത്തെ
പേടിച്ചുകൊണ്ടുമല്ല തമ്പുരാനെ, ഞങ്ങൾ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുന്നതും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. ആ ഒരു കാര്യമേതാണ്? നിന്നെ ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ്. അള്ളാന്റെ ആരിഫീങ്ങൾ ഔലിയാക്കൾ പറയുന്നത് എന്തെന്നറിയോ? പടച്ചവനെ, നിനക്കിഷ്ടം ഞങ്ങളെ നരകത്തിലിടലാണോ? നിനക്ക് ഇഷ്ടം ഞങ്ങളെ നരകത്തിലേക്ക് വലിച്ചെറിയലാണോ? ഞങ്ങളിതാ തയ്യാറാണ് തമ്പുരാനെ. ഞങ്ങൾക്കൊരു മടിയില്ല, ഞങ്ങൾക്ക് സങ്കടമില്ല, വിഷമമില്ല, വ്യസനമില്ല, ദുഃഖമില്ല, പ്രയാസമില്ല, പേടിയില്ല, ഒന്നുമില്ല. നിന്റെ ആഗ്രഹം ഞങ്ങളെ നരകത്തിലിടലാണെങ്കിൽ ഞങ്ങളിതാ അതിന് തയ്യാറാണ് എന്ന് പറയുന്ന ആരിഫീങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അവർക്ക് സ്വർഗം മോഹമല്ല, അവർക്ക് നരകം പേടിയല്ല. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വമാ ഇൻദല്ലാഹ് ഖൈറുൽ ലിൽ അബ്റാർ, അല്ലാഹുവിന്റെ അടുക്കലുള്ളത് അബ്റാരിങ്ങൾക്ക് കരണീയമാണെന്ന് പറഞ്ഞത് അല്ലാഹനെ തന്നെ കൊടുക്കല. അങ്ങനെ പടച്ചവനെ കിട്ടിയവരുടെ പേരാണ് അബ്റാരിങ്ങൾ. അവരിൽപ്പെട്ട മഹാനാണ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെങ്കിൽ. അള്ളാഹു എല്ലാം അങ്ങോട്ട് കൊടുത്തിട്ട് അവരെ കൊണ്ടുപോകുന്ന ഒരു പ്രദേശമുണ്ട്. അത് നാലാമതും അഞ്ചാമതായി അള്ളാഹു പറഞ്ഞത് അവർക്ക് അള്ള കൊടുക്കുന്ന സ്വർഗത്തിന്റെ പേരാണ്. എന്ത് സ്വർഗമാ അവർക്ക് അള്ള കൊടുക്കുക? നമുക്ക് എങ്ങനെയാ സ്വർഗം കിട്ടുക? എന്ത് ചെയ്തിട്ടാ നമുക്ക് അള്ളാഹു സ്വർഗം തരിക? നമുക്ക് സ്വർഗം കിട്ടുന്നത് എന്ത് മാനദണ്ഡത്തിലാണ്? നമ്മൾ എന്താ പടച്ചോന് കൊടുത്തത്? നമ്മൾ എന്തായിരുന്നു നമ്മൾ അള്ളാഹുവിന് കൊടുത്തത്? നമ്മൾ ചിന്തിക്കണം. നമ്മുടെ പ്രിയപ്പെട്ടവർ കൊടുത്തത് സമയമായിരുന്നു. കുറഞ്ഞ കാലം ജീവിച്ചിരുന്ന പ്രിയപ്പെട്ട നമ്മുടെ നേതാക്കന്മാർ അവരുടെ വയസ്സിനേക്കാൾ കൂടുതൽ ഗ്രന്ഥങ്ങൾ ഇസ്ലാമിനു വേണ്ടി, ദീനിനു വേണ്ടി സമർപ്പിച്ചു. ആ ഗ്രന്ഥങ്ങളാണ് നമ്മളെ നേരായ വഴിക്ക് ഇപ്പോഴും നിർത്തുന്നത്. ഇത്രയും കൊല്ലം നമ്മൾ ജീവിച്ചു. എന്താ നമ്മൾ അള്ളാഹുവിന് കൊടുത്തത്? 60 വയസ്സ് 70 വയസ്സ് വരെ ജീവിച്ചിട്ട് എന്താണ് പടച്ചവന് നമ്മൾ കൊടുത്തിട്ടുള്ളത്? നമ്മൾ ചിന്തിക്കണം. നമുക്കൊന്നും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അള്ളാഹു നമുക്ക് സ്വർഗം ഇങ്ങോട്ട് തരാമെന്ന് പറയുക മാത്രമല്ല, നമുക്കുള്ള സ്വർഗത്തെ അള്ളാഹു എല്ലാ കൊല്ലവും ഒന്നുകൂടെ ദാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകൂടെ അതിനെ ഇങ്ങനെ മനോഹരമാക്കിക്കൊണ്ടിരിക്കുക. അള്ളാന്റെ സ്വർഗത്തെ ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ പ്രത്യേകിച്ച് ഇനി അതിനെ ഒരു മോടി പിടിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. പക്ഷേ എല്ലാ റമളാൻ മാസത്തിലും യുസയ്യിനുല്ലാഹുൽ ജന്ന, അള്ളാഹു സ്വർഗത്തെ ഇങ്ങനെ അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കൊല്ലവും റമളാനിലെ സ്വർഗത്തെ ഇങ്ങനെ അലങ്കരിക്കാൻ വേണ്ടി അള്ളാഹു താല തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ അലങ്കരിച്ച് വിധാനിച്ച് മനോഹരമായ സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോ എന്താ നമുക്ക് റബ്ബിന് കൊടുക്കാനുള്ളത്? മുൻഗാമികള് സമയം കൊടുത്തു, സമ്പത്ത് കൊടുത്തു, അവര് ജീവൻ കൊടുത്തു, ജീവിതം കൊടുത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, അവരെ കൊണ്ടുപോകുന്ന സ്വർഗത്തിന്റെ പേരല്ല പറഞ്ഞു. 2 സ്ഥലങ്ങളിലാണ് അവരുടെ സ്വർഗത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അല്ലാഹു അവരെ പരിചയപ്പെടുത്തുന്നത്. ഇന്നൽ അബ്റാറ ലഫീ നഈം, അല്ല പറയുന്നവർക്ക് കൊടുക്കുന്ന സ്വർഗത്തിന്റെ പേര് ജന്നാത്തുൻ നഈമ. ഇന്നൽ അബ്റാറ ലഫീ നഈം. സൂറത്തുൽ മുത്തഫിഫീനിന് സൂറത്തുൽ ഇൻഫിത്താറിലും അല്ലാഹു പരിചയപ്പെടുത്തുകയാ. ആ അബ്റാരിങ്ങൾക്ക് അല്ല കൊടുക്കുന്നത് സ്വർഗമാണ്. ആ സ്വർഗത്തിന്റെ പേര് നഈം എന്ന് പറയുന്ന സ്വർഗമാണെന്ന് ഖുർആൻ പറയുമ്പോ എന്താ സ്വർഗത്തിന് നഈം എന്ന സ്വർഗത്തിന്റെ പ്രത്യേകത എന്നറിയോ? സഹോദരങ്ങളെ, ഇന്ത്യ രാജ്യത്ത് ഇന്ന് കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ വരികയാണ്. അതിൽ കേരളത്തിൽ വന്നുപോയി എന്നൊക്കെ പറയുന്നുണ്ട്. പോട്ടെ, നമ്മുടെ വിഷയം അതല്ല. എന്തിനാണെന്നറിയോ? ഈ CAA അതുപോലെ തന്നെ NRC വിഷയത്തിൽ എന്റെയും നിങ്ങളുടെയും പൗരത്വം തെളിയിക്കാൻ കഴിയാതെ പോയാൽ എന്റെയും നിങ്ങളെയും സങ്കേതമായി കരുതി കൂട്ടി വെക്കുന്നത് കോൺസെൻട്രേഷൻ സെന്ററുകളാ. അവിടെ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ കാണാൻ പറ്റൂല. ഇതുവരെയും ഒരിക്കൽ പോലും തിരിഞ്ഞു കിടക്കാത്ത ഭാര്യ ഭർത്താക്കന്മാരെ 2 കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. പൊന്നുമോളെ, പിന്നെ വാപ്പയെ കാണാൻ പറ്റൂല. പൊന്നുമോനെ, പിന്നെ ഉമ്മയെ കാണാൻ പറ്റൂല. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഭാര്യയ്ക്ക് ഭർത്താവിനെ കാണാൻ പറ്റൂല, ഭർത്താവിന് ഭാര്യയെ കാണാൻ പറ്റൂല. ഇവിടെ ആ കഥ പറയുന്നത് ആഖിറത്തിന്റെ വിഷയമല്ല, നരകത്തിന്റെ വിഷയമല്ല. ഇവിടെ ഒരു സമുദായത്തിന്റെ പേരിൽ മാത്രം പൗരത്വം നിഷേധിച്ചുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തെ കോൺസെൻട്രേഷൻ സെന്ററുകളും ക്യാമ്പുകളും വരുമ്പോ
2 ഭാഗങ്ങളിലായി ക്യാമ്പുകൾ നിർമ്മിച്ച് അതിൽ പുരുഷന്മാരെ ഒരു ഭാഗത്തും സ്ത്രീകളെ മറ്റൊരു ഭാഗത്തും പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ അറിയാം അവർക്ക് കൊടുക്കുന്ന ഭൂമിയിലെ ഏറ്റവും വലിയ ശിക്ഷ ഭാര്യയും ഭർത്താവിനെയും തമ്മിലകറ്റലാണ്, ഉമ്മയും മകനെയും തമ്മിലകറ്റലാണ്, വാപ്പയും മകളെയും തമ്മിലകറ്റലാണെന്ന് അവർക്കറിയാം. അതുകൊണ്ടല്ലേ ആദം നബി അലൈഹിസ്സലാമിന് ഹവ്വാ ബീവിക്ക് അല്ലാഹു കൊടുത്ത ശിക്ഷ എന്തായിരുന്നു? വിലക്കപ്പെട്ട കനി സ്വർഗ്ഗത്തിൽ വെച്ച് കഴിച്ചപ്പോ അവർക്ക് അല്ലാഹു കൊടുത്ത നരകമായിരുന്നില്ല. ആദം നബിക്ക് അല്ലാഹു കൊടുത്ത ശിക്ഷ അടിയായിരുന്നില്ല. ഹവ്വാ ബീവിക്ക് അല്ലാഹു കൊടുത്ത ശിക്ഷ പാമ്പുകളെ തേളുമുള്ളുകളുമുള്ള നരകമായിരുന്നില്ല. ആദം നബിക്ക് ഹവ്വാ ബീവിക്കും കൊടുത്ത ശിക്ഷ എന്താണ്? ആദം നബിയെ ഹവ്വായ ബീവിയെ കാണാൻ പറ്റാത്ത നിലയിൽ അല്ലാഹു ആദം നബിയെ ഇന്ത്യയിലെ സിലോണിലെ ശ്രീലങ്കയുടെ ഭാഗമായ ഇന്ന് ശ്രീലങ്കയുടെ ഭാഗമായ അന്ന് ഇന്ത്യയുടെ ഭാഗമായ സിലോണിലെ ആദം മലയിൽ ആദം നബി ഇറക്കി. എന്നിട്ട് ഹവ്വാ ബീവിയെ സൗദി അറേബ്യയിലെ ജിദ്ദയിലും ഇറക്കി. ആ ജിദ്ദയിലുള്ള ഹവ്വാ ബീവിക്ക് ഭർത്താവ് എവിടെയാണെന്നറിയില്ല. ഇന്നത്തെ പോലെ സംവിധാനങ്ങൾ പോകിട്ടൊരു മനുഷ്യൻ പോലുമില്ല. ആദം നബിയും ഹവ്വാ ബീവിയും ഭാര്യയ്ക്ക് ഭർത്താവിനെയും ഭർത്താവിനോ ഭാര്യയും കാണാതെ 300 വർഷക്കാലം 3 നൂറ്റാണ്ട് കരയേണ്ടി വന്നു. അങ്ങനെ കരഞ്ഞ് കരഞ്ഞ് നടന്ന് തളർന്നവസാനം 2 പേരും എത്തിയ പ്രദേശമാണ് അറഫ. അവിടെ വെച്ചാണ് ആദം ഹവ്വയെ കാണുന്നത്. അവിടെ വെച്ചാണ് ഹവ്വാ ബീവി ആദം നബിയെ കാണുന്നത്. അവിടെ നിന്ന് നടന്നിട്ടവര് മുസ്തലിഫയിലെത്തിയിട്ടാണ് അന്ന് രാത്രി കിടന്നത്. അതാണ് മുസ്തലിഫയിലെ രാപാർക്കുക എന്ന ഹജ്ജിന്റെ അമല് വന്നത്. അവരുടെ ഭൂമിയിൽ ആദ്യ രാത്രി സംഗമിച്ചത് എവിടെയാണ്? മുസ്തലിഫയിലാണ്. അവര് തമ്മിൽ കണ്ടുമുട്ടിയത് അറഫയിലാണ്. അതുകൊണ്ടാണ് അറഫയ്ക്ക് അറഫ കണ്ടു തിരിച്ചറിഞ്ഞു മനസ്സിലായി എന്ന പേര് വന്നത്. ഹവ്വാ ബീവി ഇറങ്ങിയത് ജിദ്ദയിലാണ്. അർത്ഥം ഉമ്മുമ്മ എന്നാണ്. പ്രിയപ്പെട്ടവരെ, ജിദ്ദയിൽ ഹവ്വാ ബീവി ഇറങ്ങിയത് കൊണ്ട് ആ പേര് വന്നതാ. അങ്ങനെ 2 പേരെ 2 ദിക്കിലേക്കല്ല മാറ്റിയത് ഏറ്റവും വലിയ ശിക്ഷ പടച്ചോൻ കൊടുത്തതാണ്. വിലക്കപ്പെട്ട കനി സ്വർഗ്ഗത്തിൽ നിന്ന് കഴിച്ചപ്പോ അവർക്കല്ല കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ ഏതാണ്? അവരെ തമ്മിൽ അകറ്റുക എന്നുള്ളതാണ്. അതാണ് വർത്തമാനകാല ഇന്ത്യയുടെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. ഭാര്യയ്ക്ക് ഭർത്താവിനെ കാണാൻ പറ്റാതെ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ നിർമ്മിച്ചുകൊണ്ട് CIയുടെയും അതുപോലെ NRCയുടെയും പേരിൽ ക്യാമ്പുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിന്റെ ഔലിയാക്കളായ അബ്റാരികൾ കള്ള കൊടുക്കുന്ന ജന്നാത്തുൻ നഈമിന്റെ പ്രത്യേകത ഖുർആനിൽ സൂറത്തുൽ മുത്തഫിഫീനിൽ അല്ലാഹ് പറഞ്ഞതെന്തെന്നറിയോ? ഈ ജന്നാത്തുൻ നഈം എന്താണ്? അലൽ അറായികി യൻളുറൂൻ തഅരിഫു ഫീ വുജൂഹിഹിം നളറത്തുൻ നഈം. അല്ലാഹ് പറയുന്നു അലൽ അറായികി യൻളുറൂൻ. അവരിങ്ങനെ വല്ലാത്ത ഇഷ്ടമുള്ള കാണാൻ മുഞ്ചുള്ള സോപാനങ്ങളിൽ ചാരിക്കിടന്നുകൊണ്ട് അവര് മനോഹരമായി മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയാ. ഏറ്റവും വലിയ സന്തോഷമല്ലേ മുഖത്ത് നോക്കിയിരിക്കാൻ പറ്റുക. എത്ര കണ്ടാലും മതി വരാത്ത ഒരു നോട്ടം നമ്മൾ മനുഷ്യരുടെ തമ്മിലുള്ള നോട്ടമാണ്. ഏത് സൗന്ദര്യമുള്ളതിനെയും കുറെ സമയം കഴിഞ്ഞാ മടുത്തു പോകും. താജ്മഹൽ നമ്മൾ കുറെ കണ്ടാ പിന്നെ അവസരം കിട്ടിയാലും പോകൂല. കൊടൈക്കനാലും ഏതായിരുന്നാലും ഏത് മനോഹരമായി നമ്മളെ വല്ലാതെ കീഴ്പ്പെടുത്തുന്ന ലഹരിയായി തോന്നുന്ന ഏത് വർണ്ണ കാഴ്ചകളുള്ളതാണേലും നമുക്ക് കുറെ സമയം കഴിഞ്ഞാ പിന്നെ അതിന്റെ മനോഹാരിത നഷ്ടപ്പെടുകയാ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, വാപ്പയെ കണ്ട് മടുത്ത മക്കൾ ഈ നാട്ടിലുണ്ടോ? മക്കളെ കണ്ട് മടുത്ത വാപ്പമാരുമ്മമാര് നാട്ടിലുണ്ടോ? ഭാര്യയെ കണ്ടിട്ട് മടുത്തുപോയ ഭർത്താവുണ്ടോ? ഭർത്താവിനെ കണ്ടിട്ട് മടുത്തുപോയ ഭാര്യയുണ്ടോ? ഇല്ല. കാരണം എത്ര കണ്ടാലും മതിവരാത്ത മടുക്കാത്ത ഒരു മുഖമല്ല കൊടുത്തതും മനുഷ്യന് മാത്രമാണ്. അല്ല പറയുന്നു അലൽ അറായികി യൻളുറൂൻ. സ്വർഗ്ഗത്തിൽ അല്ലാഹു ഒരു സോപാനം അങ്ങ് നിർമ്മിക്കുകയാണ്. എന്നിട്ട് അവര് മുഖാമുഖം നോക്കിയിരിക്കുകയാ. തഅരിഫു ഫീ വുജൂഹിഹിം നളറത്തുൻ നഈം. അവരുടെ മുഖത്ത് നോക്കിയാൽ അറിയാം അവരുടെ സന്തോഷത്തിന്റെ പാരമ്യത. എന്നിട്ട് അല്ലാഹു പറയുകയാണ് യുസ്ഖൗന മിൻ റഹീഖിൻ മഖ്തൂം. ഇന്ന് വരെ ആരും പൊട്ടിക്കാത്ത മുദ്ര വെക്കപ്പെട്ട ഒരു പാനീയം അല്ലാഹു അവർക്ക് കൊടുക്കുകയാ. ഇന്നേ വരെ ഒരാളും അത് ഉപയോഗിച്ചിട്ടില്ല. അതിൽ സീൽ വെക്കപ്പെട്ടിരിക്കുകയാ, മുദ്ര വെക്കപ്പെട്ടിരിക്കുകയാ. അതിന്റെ കവർ പൊട്ടിച്ചിട്ടില്ല. അങ്ങനത്തെ മനോഹരമായ പാനീയം അവരുടെ കയ്യിലിരിപ്പുണ്ട്. ഖിതാമുഹു മിസ്ക്. അതിന്റെ സീൽ, അതിന്റെ മുദ്ര എന്തുകൊണ്ടാണ്? കസ്തൂരി കൊണ്ടാണ്. എന്നിട്ട് അല്ലാഹു അവർക്ക് കൊടുക്കും മിസാജുഹു മിൻ തസ്നീം. തസ്നീം കലർത്തിയതായ ചേരുവയുള്ള പ്രത്യേക പാനീയമാണ്. ഐന യശ്റബു ബിഹൽ മുഖറബൂൻ.
അള്ളാഹുവിന്റെ ഔലിയാക്കള്, പുണ്യാത്മാക്കള്, പുണ്യവാന്മാര് മാത്രം കുടിക്കുന്ന ജലാശയത്തിൽ നിന്ന് തസ്നീം എന്ന ചേരുവയുള്ള മനോഹരമായ കസ്തൂരി കൊണ്ട് മുദ്ര വെക്കപ്പെട്ട പാനീയ പാത്രങ്ങള്, പാനപാത്രങ്ങള് അള്ളാഹു അവിടെ കയ്യിൽ കൊടുക്കുമ്പോ അതും ഏന്തിയിട്ടവര് മുഖത്തോട് മുഖം നോക്കി സന്തോഷത്തിന്റെ വദനങ്ങളുമാകട്ടെ സ്വർഗത്തിന്റെ സോപാനങ്ങളിൽ ഉല്ലസിക്കുന്ന സ്വർഗത്തിന്റെ പേരേതാ? അത് ജന്നാത്തുൻ നഈം. അത് കിട്ടുന്നത് ആർക്കാണ്? ഇന്നൽ അബ്റാറ ലഫീ നഈം. റസൂലുള്ളാഹി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള അല്ലാഹുവിന്റെ ആരിഫീങ്ങള്, മുഖറബീങ്ങളായ ഔലിയാക്കളായ ആരിഫീങ്ങളായ അബ്റാറുകൾക്കെന്ന് പരിശുദ്ധ ഖുർആൻ